ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ വളരെ ഫേമസായ ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലാണ്. വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രം. ചിറക്കൽ കടലായി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്താണ് ഈ ക്ഷേത്രം എന്നതുകൊണ്ടാണ് ഇത് ആദികടലായി എന്നറിയപ്പെടുന്നത്. വലതുകരത്തിൽ കാലിക്കോലും ഇടത് കൈകൊണ്ട് അരയിൽ തിരുകിയ ഓടക്കുഴലിൻ്റെ അഗ്രം പിടിച്ചും സുസ്മേരവദനായി നിൽക്കുന്ന ഗോപാലകൃഷ്ണനാണ് ആരാധനാമൂർത്തി. അയ്യപ്പൻ, ഗണപതി, മഹാലക്ഷ്മി, നാഗദൈവങ്ങൾ എന്നിവയാണ് ഉപദേവതകൾ. ക്ഷേത്രത്തിൻ്റെ ചരിത്രം അനുസരിച്ച് കണ്ണൂർ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ തെക്കുകിഴക്കായി കരാറിനകം കടലായിലായിരുന്നു പണ്ട് കോലത്തിരി രാജാക്കന്മാരുടെ പ്രമുഖമായ കടലായിക്കോട്ട സ്ഥിതി ചെയ്തിരുന്നത്. കോട്ടയുടെ രക്ഷകനായി കോലത്തിരി സ്വരൂപത്തിലെ രാജാക്കന്മാരിൽ പ്രമുഖനായ വളഭൻ സ്ഥാപിച്ചതായിരുന്നു കടലായി ക്ഷേത്രം. കൊല്ലവർഷം 964 ടിപ്പുവിൻ്റെ സൈന്യങ്ങൾ മലബാറിൽ ആകമാനമുള്ള ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിരുന്ന കാലത്ത് കടലായി ക്ഷേത്രത്തിലെ മേൽശാന്തി ശ്രീകൃഷ്ണ വിഗ്രഹത്തെ രക്ഷിക്കാനായി അത് പുഴക്കിയെടുക്കുകയും തൻ്റെ ഇല്ലത്തുള്ള കിണറ്റിൽ സൂക്ഷിക്കുകയും വിവരം കോലത്തിരിയെ അറിയിക്കുകയും ചെയ്തു. അനന്തരം കോലത്തിരി ചിറക്കൽ കോവിലകത്തിന് തെക്ക് കിഴക്കായി ഒരു ക്ഷേത്രം പണികഴിപ്പിച്ചു. കൊല്ലവർഷം 1023 കടലായി കൃഷ്ണനെ അവിടെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. കാലക്രമേണ കരാറിനകം കടലായി കോട്ടയും ക്ഷേത്രവും നാശോന്മുഖമാവുകയും ക്ഷേത്രക്കുളവും മറ്റും തൂർന്നു പോവുകയും ചെയ്തു. ഉദ്ദേശം 1/2 കിലോമീറ്റർ കിഴക്കോട്ടായി പണ്ടത്തെ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ വിഗ്രഹം എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുന്നതായ സ്ഥലത്താണ് ഇപ്പോഴത്തെ ക്ഷേത്രം പണികഴിപ്പിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്ത് രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ മുരളീരവവും ഗോക്കളുടെ കുളമ്പൊച്ചയും പതിവായി കേൾക്കാറുണ്ടായിരുന്നതായി പഴമക്കാർ അനുസ്മരിക്കുന്നു. കൊല്ലവർഷം 1140 ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം ഒരു ഭക്തൻ ഈ സ്ഥലത്തു വെച്ച് പൂജ നടത്തി പലർക്കും പ്രസാദം നൽകുകയുണ്ടായി. അടുത്ത വർഷം മുതൽ ഏതാനും ഭക്തന്മാർ ചേർന്ന് വിശേഷാൽ പൂജ, പായസദാനം, ഹരികഥാ കാലക്ഷേപം എന്നീ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുകയും തുടർന്നുള്ള കാലങ്ങളിൽ ഉത്തരോത്തരം അഭിവൃദ്ധിയോടെ ഇത് ആവർത്തിക്കപ്പെടുകയും ചെയ്തു.